ഹേ മൈ ഗൈസ്, ഇന്ന് നമുക്കൊരു ഓയിൽ ചേർക്കാത്ത ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി ഈസി റെസിപ്പിയാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3/4 കിലോൻ്റെ കേക്കാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. 3 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇച്ചിരി പെയിൽ യെല്ലോയിഷ് ഷെയ്ഡ് ഇങ്ങനെ വരുമ്പോൾ 1/2 കപ്പ് ഷുഗർ എടുത്ത് പൊടിച്ച് ഐസിങ് ഷുഗറാക്കി ആഡാക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലൊരു യെല്ലോയിഷ് ഷെയ്ഡ് വരും. ആ ടൈം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസിന് ഞാൻ എടുത്തിട്ടുള്ള 2 സ്പൂൺ കൊക്കോ പൗഡറും പിന്നെ 1/2 കപ്പ് മൈദയുമാണ്. അത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക. ബിക്കോസ് ആ ചെറിയ ചെറിയ പൊടിയായിരിക്കും നമ്മൾ എയർ ബബിൾ ഉണ്ടാക്കി കേക്കിന് ഫുൾ കൊള്ളാക്കുന്നത്. സോ അരച്ചെടുക്കുക, ദറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. എന്നിട്ട് അത് കുറച്ച് ആഡാക്കി അത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പാച്ചുല കൊണ്ടാണ് ഗൈസ് മിക്സ് ചെയ്യേണ്ടത്. സ്പാച്ചുല കൊണ്ട് ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യുക. ഈ ഒരു റിബൺ ടെക്സ്ചറിലാണ് വരേണ്ടത്. പിന്നെ ഞാൻ ബേക്കിംഗ് സോഡയിൽ വിനീഗർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് പൊന്തിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരുമിച്ച് യൂസ് ആക്കാം. അതിനൊരു കണക്കുണ്ട് ഗൈസ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ബേക്കിംഗ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഫുൾ കവർ ചെയ്ത്. എന്നിട്ട് ഞാൻ ഈ ഒരു 2 ടിന്നാണ് എടുത്തിട്ടുള്ളത്, സ്റ്റീലിൻ്റെതും പിന്നെ ഒരു കേക്ക് ടിന്നും. 3/4 കിലോ ആയതുകൊണ്ടാണ് ഞാൻ 2ൽ ചെയ്തത്. എൻ്റെയൊക്കെ 1/2 ടിന്നേ ഉണ്ടായിട്ടു. പിന്നെ ദിസ് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഫുൾ ഞാൻ മെസ്സാക്കിയിട്ടുണ്ട്, ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ യൂസ് ആക്കിയത് ഒരു വിപ്പിംഗ് ക്രീം പൗഡറാണ്. അപ്പോൾ അത് ഭയങ്കര ഫ്ലോപ്പായി പോയി. അതുകൊണ്ടാണ് കുറച്ചും കൂടി എനിക്ക് ബാക്കിയുള്ള ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റാത്തത്. പിന്നെ ആ സ്റ്റീൽ ടിന്നിൽ വെച്ച് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട് ഇവിടെ കാണുന്നത്. മറ്റേൽ വെച്ച് പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്രിസ്റ്റ്യൻ ക്രമീന്താണ് യൂസ് ആക്കിയത്. നിങ്ങൾ യൂസ് ആക്കാൻ പോകേണ്ട, വെറുതെ പണി കിട്ടും. പിന്നെ ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.